നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൃഷിയിടങ്ങളിലെ മോട്ടോർ മോഷണം പതിവ്. വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്ക് പരിഹാരം വേണമെന്ന് കർഷകർ. വാർത്ത വിശദമായി. കരിങ്കല്ലത്താണിയുടെ സമീപപ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലെ മോട്ടോർ മോഷണം നടത്തുന്നതായി വ്യാപകമായി പരാതി ഉയരുന്നു. അരക്കുപറമ്പ് മരുതമ്പാറ തുർക്കിപ്പടി റോഡിൽ ശ്രീകാന്തിൻ്റെ കൃഷിയിടത്തിലുള്ള മോട്ടോർ പമ്പ് സെറ്റ് കളവുപോയി. കൃഷിയിടത്തിൽ ജലസേചന ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന 1.5 HP മോട്ടോറാണ് രാത്രിയുടെ മറവിൽ മോഷണം നടത്തിയത്. മോട്ടോറിലേക്ക് ഘടിപ്പിച്ചിരുന്ന ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പുകളും അറുത്തുമാറ്റുകയും ഫൗണ്ടേഷൻ പൂർണ്ണമായും ഇളക്കിയും മാറ്റിയുമാണ് കവർച്ച ചെയ്തിരിക്കുന്നത്. ഞാൻ കൃഷിക്ക് ഉപയോഗിക്കുന്ന എൻ്റെ കുളത്തിൻ്റെ സമീപത്ത് പമ്പ് ഹൗസിനുണ്ടായിരുന്ന സ്ഥിതി ചെയ്തിരുന്നത് പിന്നെ മോട്ടോർ 1.5 HP ശേഷിയുള്ള മോട്ടോർ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ അത് മോഷ്ടിച്ചു. അപ്പോൾ അത് കടത്തിക്കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 40 മീറ്റർ അകലെയാണ് ഈ പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിരീക്ഷണത്തിൽ വരാത്തൊരു സ്ഥലമാണ്. പാടത്തിലേക്ക് വരുന്നത് തന്നെ ഏകദേശം വീക്കിലേക്ക് ആയിരിക്കും, ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഈ മഴയുള്ള സമയത്തൊന്നും അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ജലസേചനം ആവശ്യമായി വന്നിരുന്നില്ല. അപ്പോൾ ഇടയിലൊന്ന് വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ മോട്ടോർ അതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പുകൾ ഖണ്ഡിച്ചത് മുറിച്ച് മാറ്റി അതിൻ്റെ ഫൗണ്ടേഷൻ മുഴുവനായിട്ട് ഇളക്കിയിട്ടാണ് അത് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. പ്രദേശത്ത് ഏകദേശം 10-15ഓളം മോട്ടോറുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, പ്രധാനപ്പെട്ടിട്ട് മോട്ടോറുകൾ തന്നെയാണ് അത് വ്യാപകമായിട്ട് മോഷണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പിന്നെ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് പലയിടങ്ങളിലായിട്ട് ഇവർ മോട്ടോർ, അതും നമ്മുടെ നിരീക്ഷണത്തിൽപ്പെടാത്ത കൂടുതലും കൃഷി ആവശ്യത്തിനായിട്ട് പുറത്ത് വെച്ചിരിക്കുന്ന മോട്ടോറുകളാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരുണ്ടാവാം, ചിലതൊക്കെ 1.5-2 HP 5 HP മോട്ടോറുകളൊക്കെ പോയിട്ടുണ്ട്. മോട്ടോർ നഷ്ടപ്പെടുന്ന മൂലം കൃഷി ആവശ്യങ്ങൾക്കുള്ള ജലസേചനം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. പോലീസ് അടിയന്തരമായി ഇടപെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും മോഷണം പോയ മോട്ടോറുകൾ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. എൻ്റെ പേര് ഓങ്ങല്ലൂർ മുഹമ്മദ് അബ്ദുൽ നാസർ എന്നാണ്. ഞാനൊരു കർഷകനാണ്. എൻ്റെ സ്ഥലത്തിലെ തേങ്ങ, അടക്ക എല്ലാം മോഷണം പോകുന്നുണ്ട്. പിന്നെ ആ സ്ഥലത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു കുട്ടിയുടെ മോട്ടർ 2 ദിവസം മുന്നേ കളവ് പോയിട്ടുണ്ട്. അതേപോലെ എല്ലാ സാധനങ്ങളും, ഡബ്ബർ, തേങ്ങ, അടക്ക, മോട്ടർ, ഒരുപാട് മോട്ടറുകൾ, ഇങ്ങനെ കള്ളന്മാരെ നിരന്തര ശല്യമാണ്. അതുകൊണ്ട് അതിന് നിയമപാലകർ തക്കതായ ഒരു കർശന നടപടിയെടുത്ത് അതൊന്ന് റെഡിയാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഏതാനും മാസങ്ങളായി പ്രദേശത്തെ 15ഓളം വിവിധ വ്യക്തികളുടെ മോട്ടോറുകളും ഇലക്ട്രിക് സാധനങ്ങളും മറ്റും പോയിട്ടുണ്ട്. കൂടാതെ കൃഷിയിടത്തിലെ തേങ്ങയും അടക്കയും മറ്റും വ്യാപകമായ രീതിയിൽ മോഷണം നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള മോഷണം നടത്തുന്നത് മദ്യപാനത്തിനും മയക്കുമരുന്നിനും വേണ്ടിയാണെന്നുള്ള പണം സമ്പാദിക്കാനാണ് എന്നും നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള പോലീസ് പട്രോളിങ്ങും ഉണ്ടാകാറില്ല. മോഷ്ടാക്കളുടെ വിളയാട്ടം കാരണം കൃഷിയിടങ്ങളിൽ പുതിയ മോട്ടോർ വാങ്ങി വയ്ക്കാനും ധൈര്യമില്ല. മോഷ്ടാക്കളെ പിടികൂടാത്തത് കാരണം കൂടുതൽ ആളുകൾ ഇവരുടെ സംഘത്തിലേക്ക് വരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആട്ടിരിപ്പാറ ഇവിടെ ഞാനൊരു കർഷകനാണ്. ഒരു 10-40 കൊല്ലം മുമ്പ് തുടങ്ങി 45 കൊല്ലമായിട്ട് ഫുള്ള് കർഷകനാണ്. ഇപ്പോൾ ചെറിയ കളവ് കാരണം ഇവിടെ നിൽക്കപ്പുറത്തില്ല. പിന്നെ അടക്കയായിട്ടും പച്ചക്കറി ആയിട്ടും
തേങ്ങയായിട്ടും വിട്ട് സർവ്വസാധാരണ ഫുള്ളായിട്ട് കള്ളന്മാരെ ഭയങ്കര ശല്യമാണ്. അതുപോലെ റബ്ബറായിട്ടും പലതും കട്ടുപോവുകയാണ്. അപ്പോൾ അതിന് നിയമപാലകർ എന്താണ് വേണ്ടത് വെച്ചാൽ ഒന്ന് സഹായിക്കണം. കാരണം ജീവിച്ചു പോകാൻ ഇവിടെ യാതൊരു മാർഗ്ഗമല്ല. അതിൻ്റെ പേരിലാണ് പിന്നെ എനിക്ക് ആരിനോടാണ് ബന്ധപ്പെട്ടതെന്ന് അതും വേണ്ട മാതിരി അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം. അപ്പോൾ ഇത് വേണ്ട മാതിരി നിയമപാലകർ ഇത് പിന്നെ ഇതിന് എന്താ വേണ്ടിച്ച് ഒന്ന് ചെയ്യണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഒരുപാട് കാലമായി ഇപ്പോൾ ഒരു 2 കൊല്ലത്തായിട്ട് ഇവിടെ കള്ളന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് എന്ത് വേണം എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് വേണ്ട മാതിരി അറിയില്ല. ഒന്നാമത് വിദ്യാഭ്യാസമല്ല, അതിൻ്റെ പുറത്ത് ആരെയാണ് പിന്നെ ബന്ധപ്പെട്ടതെന്ന് അതും അറിയില്ല. അപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരാളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ തരുന്ന പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം. അപ്പോൾ ഇതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ചാൽ ഈ നിയമപാലകർ ചെയ്യണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.